അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ കൂട്ടുകാരെ വർത്താനം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ? എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ. പഠിച്ചോനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആവശ്യമുള്ള, എല്ലാവർക്കും യൂസ്ഫുള്ളായ, പറഞ്ഞിട്ട് പൈസ കൊടുത്താലും കിട്ടാത്ത മുതലായ നമ്മളെ കാന്താരി മുളക് എങ്ങനെ മുളപ്പിക്കും, എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ അതിനെ പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടിയ കാലല്ലേ, കൊഴുപ്പുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഒരു 3 കാന്താരി മുളക് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ അപ്പാപ്പിളായിട്ട് ഓരോരുത്തരേക്കൊന്നൊക്കെ ഇങ്ങനെ വിത്തുകൾ വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. ഈ പൊത്തതൊക്കെ പച്ച വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പൊത്തതും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ മേലെ ഇങ്ങനെ ഒരു ജനവാതിലുണ്ട്. അപ്പോൾ ഈ പുക വരുന്ന അവിടെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇന്ന് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ മുളപ്പിക്കണ ഒരു കാലല്ലേ. അപ്പോൾ നമ്മൾ ഒറിജിനൽ കാന്താരി ഉണ്ട്, പിന്നെ വെള്ളക്കാന്താരി ഉണ്ട്, പിന്നെ പല കടയിൽ നിന്നൊക്കെ വാങ്ങണ പല വിധം മുളകുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അധികം കെയർ കൊടുക്കേണ്ടത് ശരിക്കുള്ള ഒറിജിനൽ കാന്താരിക്കാണ്. അപ്പോൾ നമ്മൾ അത് വെവ്വേറാക്കിക്കാണ്ട് കേട്ടോ മുളപ്പിക്കണ്ടേ. അങ്ങനെ അതിൻ്റെ തോലും കുരുവും വെവ്വേറാക്കിക്കാണ്ട് നല്ലുണ്ട് വരുതിയുണ്ട് വെവ്വേറാക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ നല്ല ഉണങ്ങിക്കണത്. അതിന് ഉണങ്ങാത്തതാണെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇട്ടുകാണ്ട് കൈകൊണ്ട് നല്ലോണം വരുതിയാൽ മതി. അപ്പം തന്നെ തോലും ആ കയമ്പ് വൈറ്റേണ്ട് വെവ്വേറായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങിയതുകൊണ്ടേ ഞാനത് മുറത്തിലിട്ടുകാണ്ടൊക്കെ ഒന്ന് വരുതി പാകാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഒറിജിനൽ കാന്താരി വേറെയും മറ്റത് വേറെയൊക്കെ കേട്ടോ വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഇതിലൊരു 50-60 ഡിഗ്രി ചുടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. 50-60 ഡിഗ്രി നമ്മളെ കൈ ഇങ്ങനെ ഇടും ചെയ്യുക. ഒരു നേരി ചുടുവെള്ളം അങ്ങനെ കേട്ടോ ഒഴിച്ചിട്ടുണ്ട്. അത് ഒരു 15 മിനിറ്റ് നേരം മൂടി വെക്കണം. രണ്ട് പാത്രത്തിലും നമ്മൾ ഒഴിച്ചിക്കണം കേട്ടോ. അങ്ങനെ 15 മിനിറ്റ് നേരം. അപ്പോൾ ഞാനത് 20 മിനിറ്റ് എടുത്തിക്കണം. 15 മിനിറ്റാണ് വല്ലാതെ ഉണങ്ങാത്തതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഉണങ്ങിയതായതുകൊണ്ട് 20 മിനിറ്റ് ഞാൻ ഈ ചുടുവെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടാ. ഒരു 50-60 ഡിഗ്രിയാണ്. അതിൽ കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ കേട്ടോ. അപ്പോൾ അതിന് നല്ല പൊതിർന്നതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അതിനുണ്ട് ഊറ്റി വെച്ചുകാണ്ട് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകിക്കാണ്ട് പിന്നെ ഊറ്റി വെക്കണം. അങ്ങനെ കേട്ടോ ചെയ്യേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം കൊളസ്ട്രോളൊക്കെ കൂടിയ കാലല്ലേ. ഒരു 2-3 എണ്ണമൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിച്ചുകാണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു തലകറക്കോ എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് എടുക്കണമെങ്കിൽ നമ്മളെ മുറ്റത്തുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കൂടുതലൊക്കെ ഉണ്ടായാൽ വിൽക്കുക, വരുമാനം ഉണ്ടാക്കുക ഒക്കെ ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ പച്ചവെള്ളത്തിൽ കഴുകിങ്ങാണ്ട് നമ്മൾ പിന്നെ ഒന്നും കൂടി ഊറ്റി വെക്കട്ടെ. അതൊക്കെ ഞാൻ രാത്രിയായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഊറ്റി വെച്ചുകാണ്ട് പിന്നെ രാവിലെ എടുത്തത്. ആദ്യം ചുടുവെള്ളത്തിൽ ഇട്ടച്ച് 20 മിനിറ്റ്, പിന്നെ അതിന് എടുത്തുകാണ്ട് പച്ചവെള്ളത്തിൽ കഴുകിങ്ങാണ്ട് പിന്നെ ഊറ്റി വെച്ച്. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിക്കണം കേട്ടോ, കാണുന്നവർക്ക് മടുക്കാതെ നിൽക്കാൻ. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല ശ്രദ്ധിച്ചോളി. അപ്പോൾ അങ്ങനെ രണ്ടും ഉണ്ട് വാരി വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ പിറ്റേന്ന് നമ്മൾ രാവിലെ എടുത്തുകാണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാത്രിയാണ് ചെയ്തതെന്ന്. അപ്പോൾ രാവിലെ എടുത്തുകാണ്ട് ലേശം വെണ്ണൂറിൽ നല്ലതാണ്ട് കുഴച്ച് വെക്കുക. കുഴച്ചുകാണ്ട് ഒരു വെയിൽ തട്ടാത്തോടത്ത് കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ ഇടേണ്ടത് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ വെണ്ണൂർ ഇട്ടുകാണ്ട് നല്ലതാണ്ട് അതിൽ കുഴക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പൊന്നുമില്ല. നേരം വെളുക്കോളം ഇങ്ങനെ ഇതായില്ല, വെള്ളമൊക്കെ വാർന്നു പോയി. അപ്പോൾ ഇനി വെണ്ണീറിലിട്ടുകാണ്ട് നല്ലോണം കുഴക്കുക. അപ്പോൾ രണ്ടും വെവ്വേറെ ആകുന്നുണ്ട്. നമ്മൾ ഏതാ മുളച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. വെള്ളക്കാന്താരി പിന്നെ എവിടെയെങ്കിലും ഒക്കെ കുഴിച്ചിട്ടാലുണ്ടാവും, മറ്റേത് ഉണ്ടാകാൻ ഭയങ്കര പണിയാണ് ഇപ്പോൾ. എന്താ വെച്ചാൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തൊക്കെ തൊടിയിലും ഒക്കെ ഉണ്ടാവും, കാക്കച്ചി അപ്പിട്ടോടത്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മൾ ഷെഡ് കൊണ്ടുവന്നുകാണ്ട് വെയിൽ തട്ടാൻ പാടില്ല, വെയിലില്ലാത്തോടത്ത് പേപ്പറിൽ കൊണ്ടുവന്നുകാണ്ട് ആ വെണ്ണൂറോടൊക്കെ അങ്ങനെ പരത്തിയിട്ട് കേട്ടോ. അതൊരു 3-4 ദിവസം അങ്ങനെ ഇടണം. അങ്ങനെ ഇടുമ്പോൾ അവിടെ കിടന്നുകാണ്ട് ഉണങ്ങണം, വെയിലത്ത് ഇടാൻ പാടില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് കൊണ്ടുങ്ങാണ്ട് പിന്നെ ഇതാ നമ്മൾ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണൊക്കെ ആക്കിക്കാണ്ട് അതിൽ പാകാൻ വെച്ചിട്ട് പിന്നെ വെണ്ണീറൊന്നും ഇടണ്ട. നമ്മൾ വെണ്ണീറിൽ കുഴച്ചതല്ലേ. അപ്പോൾ ആ മണ്ണിൽ പാകാൻ വെച്ചുകാണ്ട് പിന്നെ നമ്മൾ അപ്പോഴും വെയിലില്ലാത്തോടത്ത് വെക്കണം. അപ്പോഴേ ഇത് മുളക്കുള്ളൂ. വെയിലധികം പാടില്ല കേട്ടോ. വെയിലില്ലാത്തോടത്ത് മുറ്റത്താണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടത്. മുറ്റത്തിൻ്റെ സീറ്റിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ പിന്നെ അവിടെ വെയിലുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇലയൊക്കെ ഇട്ടച്ചീനിട്ട് അതിൽ പിന്നെ കോഴിക്കളറ്റ് തിന്നാലോ എന്നൊക്കെ വിചാരിച്ചുകാണ്ടേ അപ്പോൾ ഇലയൊക്കെ ഇട്ടച്ചീനി. അപ്പോൾ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ മുളക്കൽ തുടങ്ങി. മറ്റേ വെള്ളക്കാന്താരി കേട്ടോ കൂടുതൽ മുളച്ചിട്ടുണ്ട്. മറ്റേ മുളക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്, 4-5 ദിവസം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ മുളക്കൂല എന്നിങ്ങനെ നോക്കുന്നുണ്ട്. അതിനെണ്ണ നമ്മൾ പറഞ്ഞില്ല അധികം കെയർ ചെയ്യേണ്ടത്.
അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് മുളക്കൽ തുടങ്ങിയിട്ടെ. വെള്ളമൊക്കെ എന്നും രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ ഒന്ന് കൈമലാക്കിക്കാണ്ട് ഒന്ന് പാറ്റി കൊടുക്കും. എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ കാന്താരി പൈസ കൊടുത്ത് വാങ്ങണ്ട. അപ്പം മുളക്കലൊക്കെ കഴിഞ്ഞിട്ടാ ഫുള്ളായിട്ട് മുളച്ച് രണ്ടും മുളച്ചിട്ടാ. ഇതും വെള്ളക്കാന്താരിയും ഞാൻ പറഞ്ഞില്ല പല മുളകളുണ്ട്, അതൊരു ഇതിലാണ് അതും മുളച്ച്. ശരിക്കുള്ള ഒറിജിനൽ കാന്താരി ആട്ടത് അതും മുളച്ച്. രണ്ടും ഫുള്ളായിട്ട് മുളച്ച്. ഒരൊറ്റ ഒന്നും മുളക്കാതെ നിന്നിട്ടുണ്ടാവില്ല. അത്ര ഒരുപാട് തൈകളുണ്ട് ചുറ്റാണ്ട് വന്നുപോയി. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പിന്നെ ഗ്രോ ബാഗ് ആക്കണം. അതിനിപ്പോൾ എവിടുന്ന് ഇപ്പോൾ ഇത്ര പെരുത്തി നമുക്ക് കവറും ഗ്രോ ബാഗും ഒക്കെ കിട്ടല്. അപ്പം നമ്മൾ പിന്നെ ഹരിതസേനൻ്റെ ദീക്ക് നമ്മൾ മക്കൾ ഒഴിവാക്കിയ ഫാൻറ്റുകളും എല്ലാം കൂടി കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടാ. അപ്പോൾ ഓര് പറഞ്ഞ് മഴക്കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ എന്ന് അറിയാണ്ട് കൊണ്ടാകാൻ കുറച്ച് വൈകിയതാണ്. അപ്പോൾ സിബ് പോയതും വേറുള്ളതും ഒക്കെ ആയത്. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തെന്നാ ഓരോ ബാഗ് ഇതിൻ്റെ അളവ് പിടിച്ചുകാണ്ട് ഞാൻ കത്രികക്ക് വെച്ചുകാണ്ട് മുറിച്ചിട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ഫാൻ്റല്ലേ, അപ്പം നമുക്ക് ആവശ്യമില്ലായിട്ടല്ല ഇതിലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ ഒരു പണി എടുക്കുമ്പോൾ നമുക്ക് അതിൽ വേദന ഉണ്ടാവില്ല, നമ്മളെ പൈസ പോയ വേദന ഉണ്ടാവില്ല. അപ്പം ഞാൻ അതിന് എന്താ പണി എടുത്തിട്ടുണ്ടെന്നാൽ നമ്മളെ ഈ മുട്ട് പിന്നെന്നട്ടെ ഞാൻ പറയില്ലേ, സേഫ്റ്റി പിന്നെന്നൊക്കെ പറയും. സേഫ്റ്റി പിന്നുണ്ട്, മുട്ട് സൂചി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിന്നെ നമ്മൾ കുത്തിങ്ങാണ്ട് കുറച്ച് കഴിയുമ്പോൾ തുരുമ്പുടിച്ചതുണ്ടാവും, വളഞ്ഞതുണ്ടാവും. അതൊക്കെ മക്കളിങ്ങനെ ഓരോ പാത്രത്തിൽ കൂട്ട, ഞാനും ഇട്ടേക്കും. അപ്പോൾ അതെല്ലാം കൂടി എടുത്തുകാണ്ട് ഒരു കുപ്പിയിൽ എണ്ണയിലിട്ടേക്കൂട്ടെ ഞാൻ. അപ്പോൾ ആ തുരുമ്പൊക്കെയാണ് പോയി കിട്ടും. അപ്പോൾ അത് എടുത്തുകാണ്ട് ഞാൻ അത് നോക്കി ഓരോ ഭാഗം ഇങ്ങനെ നമ്മളെ ഈ ഗ്രോ ബാഗ് ഉണ്ടാക്കണ മാതിരി ഇങ്ങോട്ട് മടക്കിക്കാണ്ട് പിൻ ചെയ്യാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കി, എനിക്ക് പറഞ്ഞു തരുമ്പോൾ കഴിയൂല, നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് നോക്കി. അങ്ങനെ ആക്കിക്കാണ്ട് നമുക്ക് ഇതാക്കിയാൽ നല്ലൊരു ചട്ടിയായി പോലെ ആവും കേട്ടോ. അത് സുഖമായിട്ടുണ്ടാവും. ഓരോ ദിനവും 1-2 ഈ മുട്ട് സൂചിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുണ്ടായിരുന്നു. എന്താ വെച്ചാൽ തുരുമ്പുടിച്ചതും വളഞ്ഞതും ഒക്കെ നമ്മളൊരു ആവശ്യത്തിന് നമുക്ക് വിചാരിച്ചാൽ നമുക്ക് ആ സാധനം നമ്മൾ വരുന്ന തന്നെ കിട്ടും. ഇപ്പോൾ എല്ലായിടത്തുള്ള എല്ലാവർക്കും വേണമല്ല, മുട്ടസൂചി വേണം, മറ്റതും വേണം, മഫ്തക്കൊക്കെ കുത്തുമ്പോഴേ. അപ്പോൾ അതൊക്കെ വളഞ്ഞതൊക്കെ ജനാൽമലും അവിടെയും ഇവിടെയും മക്കൾ ഇട്ട് വെച്ചു. അപ്പോൾ ഞാനതെല്ലാം കൂടി എടുത്തുകാണ്ട് എണ്ണയിലിട്ട് കുട്ടാൻ കുപ്പിയിലാക്കിക്കാണ്ട് അപ്പോൾ അതിൻ്റെ തുരുമ്പൊക്കെ പോവും. അപ്പോൾ തന്നെ നമ്മൾ ഇതിക്ക് മണ്ണ്, ഞാൻ നാളത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ നാട്ടിൽ മണ്ണ് കിട്ടാൻ കുറച്ച് പണിയാണെന്ന്. അപ്പോൾ അതാ അതിൻ്റെ പകുതിയിലേറി ഞാൻ ഇല ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കരിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്, നല്ല ഉണങ്ങിയ ഇല കുത്തി നിറക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതാ കുറച്ച് ഞാൻ പറഞ്ഞ മാതിരി നാളത്തെ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂന്നാവാം. അപ്പോൾ 3 ഭാഗം മണ്ണും ഭാഗം വെണ്ണീറും വയ്ക്കാണ്ട് നല്ലോണം മിക്സ് ആക്കുകയാണ്. എന്നിട്ട് ഈ ഇലൻ്റെ മേലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണ്ട് സിമെൻറ്റ് കുഴക്കണ മാതിരി നല്ലോണ്ട് പിന്നെ മിക്സ്ഡ് ആക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ മിക്സ്ഡ് ആക്കിക്കാണ്ട് നമ്മൾ ഈ ഇതിക്കണ്ട് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതായതോളം ഈ ഫാൻറ്റിൻ്റെ ഇതായതുകൊണ്ടേ ഒരു കോട്ടൺ തുണിയല്ലേ ഇപ്പോൾ അത്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ നനഞ്ഞ് നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നതിന് നല്ല സുഖം കിട്ടുന്നത്. പിന്നെ ഈ മുട്ടുപിന്ന് എന്നൊക്കെ പറഞ്ഞില്ല, ഈ ചില ഈ ഓഫീസർമാരൊക്കെ കൃഷി ഓഫീസർമാരൊക്കെ പറയുന്നുണ്ട് പിന്നെ ആണിട്ട് കൊടുക്കാൻ ഈ മുളകും തൈൻ്റെ ചോട്ടിൽ, അതൊക്കെ ഇതിന് നല്ലതാണ്, മുളകിന് നല്ലതാണെന്ന്. ആണീൻ്റെ മരത്തന്നെയല്ലേ ഇപ്പോൾ മുട്ടുസൂചിയും പിന്നെ ഈ സേഫ്റ്റി പിന്നൊക്കെ. അപ്പോൾ അതും അതിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല പകുതിയോരെ ഇലയും 3/4 ഭാഗം ഇലയാണ് കേട്ടോ. പിന്നെ കുറച്ച് മണ്ണ് കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മണ്ണും വെണ്ണീറും കൂടി കലർത്തിയത് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1-2 നിങ്ങൾക്ക് കാണിച്ചു തരാം, ബാക്കി പിന്നെ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കമ്പോസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ അത് കൂട്ടുക. പിന്നെ ചാണകം പൊടിയാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രസം ഇട്ട് കൊടുത്തിട്ട് അധികം ഇടണില്ല. അപ്പം ഇനി ഓരോന്ന് അതിന് പറിച്ച് കാണാം, അതിലൂടെ ഫുള്ളായി നിൽക്കുക കേട്ടോ. അപ്പോൾ അതിനൊരു ആശ്വാസം കിട്ടണില്ല. അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് പറിക്കേണ്ടതാണ് നല്ലത്. അപ്പം പിന്നെ അപ്പോൾ ഇതിന് ഫുള്ളായി ഇങ്ങനെ നിൽക്കല്ലേ, കുത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ചുണ്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് പറിച്ച് വെക്കുകയാണ്. ഒരുപാട് മുളച്ചിക്കണം, ഒരൊറ്റ കുരുല്ലാതെ മുളച്ചിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി. നമ്മളെടുത്തില്ലെങ്കിൽ അരത്തുന്നേയും കിട്ടുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുക, അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കട്ടാ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പോഴിട്ടതൊന്നും ഈ സുർക്കിയിലൊക്കെ ഇട്ടിച്ച് കാട് കഴിക്കും. അതിനെക്കാട്ടി നമ്മളെ മരത്തുമെന്ന് എടുത്ത് തിന്നണ അത്ര ഇത് കിട്ടില്ല. കൊളസ്ട്രോളിനൊക്കെ നല്ല കൊളസ്ട്രോളൊക്കെ പമ്പ കിടക്കൂട്ടാ. അയലത്ത് കൂടി കൊളസ്ട്രോൾ വരില്ല. ഒരു ഡെയിലി 3 മുളക് തിന്നാലിട്ടാ. അത് എന്തിനേയും കൂട്ടിക്കാണ്ട് നമ്മൾ വയറ്റിലാക്കിയാൽ പിന്നെ കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കേണ്ടി, എല്ലാവരും ചെയ്ത് നോക്കേണ്ടിട്ടാ. അപ്പോൾ നമുക്ക് കൊഴുപ്പുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാതെ വെക്കാൻ പറ്റില്ലല്ലോ. ബീഫ് കഴിക്കേണ്ടി വരും, പിന്നെ എന്ത് കിട്ടിയാലും നമുക്ക് കഴിക്കേണ്ടി വരും, പൊരിച്ചത് കഴിക്കേണ്ടി വരും. ഒന്നും ഇപ്പം നമുക്ക് നിർത്തിയാൽ നിൽക്കില്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രതിവിധി നമ്മൾ തന്നെ കാണട്ടാ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായാൽ നമുക്ക് വേഗം കഴിക്കാം. പിന്നെ കൂടുതലൊക്കെ ഉണ്ടായാൽ അത് വിറ്റാൽ എന്ത് വിലയാണ്, നല്ല വിലയുള്ള സാധനമല്ലേ. നമുക്കറിയാതെ തന്നെ കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ നല്ല വില കിട്ടും. അപ്പോൾ ഞാൻ 1-2 എണ്ണമൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ ഒരു 4 പാൻറ്റ് വരെ ഞാൻ മുറിച്ചിട്ടാ. അതൊക്കെ ഒഴിവാക്കിയ പാൻറ്റിന് ജീൻസ് പാൻറ്റ് പിന്നെ സിബ് പോയതും കൊളുത്ത് പോയതും ഇതായതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതിന്. അപ്പോൾ അതൊക്കെ ഒരു കാര്യത്തിൽ കൊണ്ടും ചെയ്ത്. അപ്പോൾ നല്ല വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഇങ്ങനെ നല്ല പൂലുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഞാൻ വൈകുന്നേരം ഇട്ടതൊക്കെ പണിയെടുത്തത്. അപ്പോൾ കൊതു കടിച്ചിട്ടാണെങ്കിൽ നിൽക്കാൻ കഴിയണില്ല. കൊതു പിന്നെ എല്ലായിടത്തും ഉണ്ടാവില്ല വൈകുന്നേരം ആയാൽ. അപ്പോൾ പിന്നെ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് പണിയെടുക്കണ്ടേ. നമ്മൾ എടുത്ത പണിയാണ് മുഴുവനാക്കണമെങ്കിൽ ഒരു സുഖം കിട്ടണ്ടേ. അപ്പോൾ പിന്നെ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് പിന്നെ ഏതായാലും ഒന്നും ഒക്കെ മെനക്കെട്ടാൽ പിന്നെ അത് ചെയ്യാഞ്ഞാൽ പിന്നെ അതടൊക്കെ എടുക്കും. അപ്പോൾ വിചാരിച്ചുകാണ്ടേ നമ്മളെന്തേ വിചാരിച്ചാൽ അങ്ങനെ ഇട്ടാൽ അത് കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ ഉറക്കം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഈ തയ്യാവുമ്പോൾ താഴത്തൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കോഴിക്കളൊക്കെ ചിക്കിക്കാണ്ട് എങ്ങനെയായാലും അത് പോവും. അപ്പോൾ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് കാണ്ട് നമ്മൾ എന്തിലെങ്കിലുമൊക്കെ ആക്കിക്കാണ്ട് കൊടുക്കട്ടെ. പിന്നെ കവറിലൊക്കെ ആക്കണം. ഇത്ര പേരത്ത് കവറൊക്കെ അമ്മയ്ക്ക് കൊടുന്ന് കിട്ടലേ. ഇതാകുമ്പോൾ പിന്നെ നല്ല പൂലുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും അതിലിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ വലിയ ഇതുണ്ടല്ലോ അരവണ്ണത്തിൻ്റെ അവിടെ പിന്നെ ഞാൻ ചേരിയൊക്കെ ഇട്ടിക്കണം കേട്ടാ. പിന്നെ അവിടെ കുറച്ച് കൂടുതൽ വേണ്ടേ. അപ്പോൾ പിന്നെ ചകിരിയൊക്കെ ഇട്ടുകൊടുത്ത്. അപ്പോൾ ഈ പിന്നോട് കുത്തിയാൽ പിന്നെ അടിക്ക് പോകുമൊന്നുമില്ല കേട്ടാ. പിന്നെ അങ്ങനെ മണ്ണ് കൊണ്ടുവച്ചാൽ മണ്ണിക്ക് ഇനി വേറെ ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഇറങ്ങിയും ചെയ്തോളൂ. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടാ. നല്ല സുഖമായിട്ട് ചെയ്യാം നമുക്ക്. അപ്പം പിന്നെ ചകിരിത്തുപ്പും എല്ലാം നിറക്കണുണ്ട് കേട്ടാ. എല്ലാം നിറക്കുക. അപ്പം ഇങ്ങനത്തെ വലിയതിൽ അരവണ്ണത്തിൻ്റെ അതിൽ 3-4 ഞാൻ പിന്നെ കുഴിച്ചിട്ടിരിക്കണം കേട്ടോ. അത് കുറേ തയ്യുണ്ട്. എല്ലായിടത്തും എല്ലാണ്ട് ഇതാണ്ടേ. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ചിലത് വാടിപ്പോവും. അപ്പോൾ അത് മാറ്റിക്കാണ്ട് വേറെയും വെച്ച് കൊടുക്കും. ഇഷ്ടംപോലെ തൈ ഉണ്ടല്ലോ, നമുക്ക് മാറി മാറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒക്കെ അതിക്കൊക്കെ ആക്കിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ചെയ്ത് നോക്കേണ്ടി. പിന്നെ കുഴിച്ചിട്ടും പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി മുളപ്പിച്ചൊക്കെ ചെയ്തോളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റത്തിൻ്റെ ഈ കട്ട വച്ച് മുറ്റത്താട്ട് വെച്ചിട്ടുണ്ട്. ഇനി മണ്ണുള്ളിടത്തേക്ക് അങ്ങനെയും വെക്കാൻ വെയിലുള്ള സ്ഥലമായിട്ട് നമുക്ക് അവിടെ തന്നെ ഉള്ളു. അപ്പോൾ ആ വെയിലുള്ളിടത്തേക്കായിട്ട് ഇങ്ങനെ വെച്ചതാണത്. കാച്ചിൽ വേണ്ടേ, നമ്മുടെ വെയിൽ കുറവാട്ട, ചുറ്റുപുറം മരങ്ങളായിട്ടേ. അപ്പോൾ ഇതാ ഇഞ്ഞും ഉണ്ട് കേട്ടോ. അത് ഇഞ്ഞും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇഞ്ഞും ഇതിന് പാത്രം ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ കുഴിച്ചിടാൻ. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി വലുതായിട്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കട്ടെ. ആദ്യത്തെ കുറേയൊക്കെ നീക്കി കൊടുത്ത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.